ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗ്രീൻ വെൽവെറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ ചാനൽ 1K സബ് ആയതിൻ്റെ സന്തോഷത്തിൽ ഉണ്ടാക്കിയ ഒരു അടിപൊളി കേക്കാണ് ഗ്രീൻ വെൽവെറ്റ് കേക്ക്. അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് ഇവിടെ എടുത്തിട്ടുള്ള 4 കോഴിമുട്ട, റൂം ടെമ്പറേച്ചറിലെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ്. അത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് എടുക്കാം. നല്ല ഫ്ലഫി ആവണ വരെ നമുക്കിത് 8-9 മിനിറ്റ് വരെ ബീറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. റെഡ് വെൽവെറ്റിൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. പിസ്തയുടെ എസൻസ് ആണ്. 2-3 ഡ്രോപ്പ് പിറ്റിച്ചിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ അത്യാവശ്യം കളർ വേണ്ടത് നമ്മളുടെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ബട്ടർ മിൽക്കാണ്. 1/4 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കളർ വേണ്ടവർക്ക് ഇതിൽ മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിന് ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കളർ ഇനി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോസ് പാനിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം എൻ്റെത് ഇവിടെ റെഡി ആയിട്ട് ഞാനിത് 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. റെഡ് വെൽവെറ്റ് കേക്ക് ഐസിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. വിപ്പിംഗ് ക്രീമിൽ ഞാനിവിടെ ക്രീം ചീസ് ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് അതേ വിപ്പിംഗ് ക്രീം നമുക്കിതിൽ ഐസിങ് ചെയ്തെടുക്കാം. പിന്നെ ലെയറിൻ്റെ ഇടയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗനാഷാണ്. വൈറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് നമുക്കിത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിടണം. സെക്കൻഡ് കോട്ടിങ് ചെയ്യാം. ഫസ്റ്റ് കോട്ടിങ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ 2ാം ലെയർ ചെയ്യണം. പാലറ്റ് നൈഫ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. ഇനി ഞാനിതിൻ്റെ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഒരു സ്ക്രാപ്പർ കൊണ്ട് ഞാൻ ഇതിൻ്റെ അരിക്ക് ഭാഗം ഡിസൈൻ ചെയ്യുന്നുണ്ട്. വേണ്ടവർക്ക് ചെയ്താൽ മതി, ഓപ്ഷനിലാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ റെഡ് വെൽവെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഗ്രീൻ കളറിൽ ചെയ്യാം. അതിന് ഞാൻ സ്പഞ്ചിൽ നിന്ന് കുറച്ച് കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കി നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് എല്ലായിടത്തും തട്ടിൻ്റെ രൂപത്തിൽ ഇത് തരിച്ചെടുക്കാം.
ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേരെഴുതിയിട്ട് ഡിസൈൻ ചെയ്യാം. ഫുള്ളായിട്ട് ഞാനിത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നോസിലിട്ടിട്ട് ബോർഡർ വരച്ചെടുക്കുന്നുണ്ട്. നൂറിൻ്റെ നോസിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിത് അടപ്പ് മാറ്റിയിട്ട് അവിടെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. താഴത്ത് കൊടുത്ത സെയിം ഡിസൈൻ തന്നെയാണ് ഞാനിവിടെ ഇത് ചെയ്തെടുക്കുന്നത്. അവരവരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡിസൈനിൽ മാറ്റം വരുത്താം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കേക്കാണ്. നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കേക്കാണ്. അപ്പം എന്നെ 1K സബ്ബാക്കാൻ സഹായിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. മുമ്പോട്ട് ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ബോൾ കൊണ്ടാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഷുഗർ ബോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.